Your attention please. Flight number 123334, Sharjah to Nedbashiri, start immediately. Attention to all of you. Flight number 32234, Delhi to Dubai, start immediately from this air terminal. Please attention. Flight number 234, all to go. ചെക്ക് ചെയ്യാനുള്ളതാണ്. ഞാനെന്താ പറഞ്ഞത്? മലയാളിയാണോ? പിന്നെ ഞാൻ മലയാളിയാ. പിന്നെ വാട്ട് ആർ ഡീയിങ് എന്നൊക്കെ പറഞ്ഞത്? അല്ല, ഞാൻ ഇംഗ്ലീഷ് പഠിച്ചത് ശരിയാണെന്ന് അറിയാൻ വേണ്ടി ചോദിക്കാം. എന്നാ ശരിയല്ല കേട്ടോ. അത് ആ പെട്ടിയൊക്കെ ഒന്ന് പരിശോധിക്കണം. പെട്ടിയൊക്കെ ഒന്ന് പരിശോധിക്കാൻ പറ്റുമല്ലോ. അതെന്താ സാർ? എന്റെ പൊട്ടുന്ന സാധനമാണ്. അപ്പൊ പൊട്ടുന്ന സാധനം പ്രത്യേകം പരിശോധിക്കണം. ഇത് എന്റെ പൊന്നു സാറെ, പൊട്ടുന്ന സാധനം പരിശോധിക്കാൻ പറ്റുമല്ല. പൊട്ടുന്ന സാധനമാണെങ്കിൽ ഞങ്ങൾക്ക് ഇത് പരിശോധിച്ചേ പറ്റൂ. പൊട്ടിക്കഴിഞ്ഞാൽ അത് വലിയ വിഷയാവും. ഒരു വിഷയമില്ല, ഞങ്ങൾക്ക് ഇത് പൊട്ടുന്ന സാധനം എന്തായാലും എനിക്കത് കിട്ടത്തില്ല. ഇടോ, താഴത്ത് പിടിക്കുന്നുണ്ടോ? ഗൾഫിൽ നിന്ന് എന്ത് പാടുപെട്ട് കൊണ്ടുവന്നാന്നറിയോ? ആയിക്കോട്ടെ. പൊട്ടുന്ന വല്ല ബോംബാണെങ്കിലോ? എന്റെ പോലും സാറ് പൊട്ടുന്ന ബോംബല്ല. പറയാൻ പറ്റില്ല. പൊട്ടിക്കഴിഞ്ഞാൽ കിട്ടാൻ ബുദ്ധിമുട്ട്. താൻ തന്നെ പറയണേ ഇതിനകത്ത് പൊട്ടുന്ന സാധനങ്ങളാണ്. എന്റെ പിള്ളേര് പറഞ്ഞിട്ട് പ്രത്യേകം ഞാൻ അവിടെ കൊണ്ടുപോകുന്ന. അതറിയണം, ഞങ്ങൾക്ക് ചെക്ക് ചെയ്യണം എന്ത് സാധനം പൊട്ടുന്നത്. പൊട്ടിക്കരുത്. അത് പറഞ്ഞാൽ പറ്റില്ല. ഞാൻ അധ്വാനിച്ച പൈസക്ക് മൊത്തം വാങ്ങിക്കാം. എന്താണ് ഇത് പൊട്ടുന്ന സാധനം? മൊത്തം ബലൂൺ വീർപ്പിച്ചുണ്ടോ? അതല്ല ഞാൻ പറഞ്ഞ പൊട്ടുന്ന സാധനമാണ്. സാറിന്റെ ബലൂൺ മൊത്തം പൊട്ടിച്ചില്ല. എടോ, ഈ നിസാരം ബലൂൺ പൊട്ടിയിട്ട് താൻ ഇങ്ങനെ കിടന്ന് കരയണെന്താ? സാറെ, ബലൂൺ നിസാരമായിരിക്കാം, പക്ഷെ അതിനകത്ത് വായു ഫോറിനായിരുന്നു. അറിയാം, ഒരു അറബിയെ കൊണ്ട് തച്ചിരുന്ന് ഊതിപ്പിച്ചതാ. അറിയാം. സോറി പറ്റിപ്പോയി. ഓക്കെ താങ്ക് യു. എടുത്തോണ്ട് പോണോ ഇത്? ഓരോന്ന് വരും മനുഷ്യരെ ചിറ്റി എടുത്തോണ്ട് പോണോ ഇത്? ഒരുത്തനെ പോലും കിട്ടണില്ല. ചെക്കിങ് കഴിഞ്ഞോ? ബാഗ് ചെക്ക് ചെയ്തോ? ചെക്ക് ചെയ്തല്ലേ? വിസ്കി, ബ്രാൻഡി അങ്ങനെ എന്തെങ്കിലും? ഒരു 15 വിസ്കി. 15 വിസ്കി ഉണ്ട്. സ്വർണ്ണ ബിസ്ക്കറ്റ് 15 കിലോ സ്വർണ്ണം. 15 കിലോ സ്വർണ്ണ ബിസ്ക്കറ്റ് ഉണ്ട്. വേറെ എനി ഐറ്റംസ്? വേറെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ? എല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ടല്ലേ? എവിടെ നിന്ന് വരുന്നത്? ഞാൻ സ്റ്റേറ്റ്സിൽ നിന്ന് വരികയാണല്ലേ? ഈ കല്ലട എങ്ങനെ അവിടെ നല്ല ഇതാണോ? ഇത് കുഴപ്പമില്ല അല്ലേ? നല്ല നല്ല. ഈ ഷർട്ട് എങ്ങനെയാ അവിടെ? നല്ല അവിടെ $200. നോക്കട്ടെ, അടുത്ത് നിൽക്കും. നിങ്ങൾ എന്താ ഇങ്ങനെ? കുഴപ്പമില്ല, അടുത്ത ഷർട്ടാണല്ലോ. ഒന്ന് അഴിച്ച് നോക്കട്ടെ. ഷർട്ടിന്റെ മെറ്റീരിയൽസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. അല്ല, നോക്കണം. ബട്ടന്റെ പരിപാടികൾ നോക്കണം. അതിൽ സ്വർണ്ണ ബിസ്ക്കറ്റ് ഉണ്ടോ എന്ന് നോക്കണം. ബട്ടണിൽ അറിയാൻ പറ്റില്ല. അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. നോക്കൂ. കൊള്ളാം. വളരെ നന്നായിട്ടിരിക്കുന്നു. കൊള്ളാം. ഈ ബെൽറ്റ് എന്താ വില? അങ്ങനെ അല്ല, പറയാൻ പറ്റില്ല. ഇത് ലെതറാണ്, മൃഗങ്ങളുടെ ലെതറാണിത്. അത് അഴിച്ചാൽ നോക്കട്ടെ. ഇത് ലെതർ തന്നെ. ഇല്ല, പറയാൻ പറ്റില്ല. പാൻറ്റൊക്കെ എങ്ങനെയാ? അല്ല, ആ ബട്ടൺസിനുള്ളിൽ സ്വർണ്ണം ഉണ്ടെന്ന് ഒരു സംശയമുണ്ട്. ആ ബട്ടൺസിൻ്റെ ഉള്ളിൽ അഴിക്കണം. നോക്കട്ടെ. അഴിക്ക്. സ്വർണ്ണ ബിസ്ക്കറ്റ് ഉണ്ടാവും. കണ്ടോ, ആ സിബൊക്കെ നന്നായിട്ട് തിളങ്ങുന്നുണ്ട്. അതിലൊക്കെ സ്വർണത്തിന്റെ അംശങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് പരിശോധിക്കണ്ടേ? ഷൂസൊക്കെ ഇങ്ങോട്ട് നീക്കിയെടുത്താ ഓക്കെ. പെട്ടി ഇങ്ങോട്ട് ഒന്ന് നോക്കട്ടെ കേട്ടോ. പെട്ടി നോക്കാം. എന്താ പരിഗണന? എന്താ ഫോണില്ലേ? ഈ കളസം അവിടെ നല്ല വില കുറവാണ്. ഓരോരോ ഡ്രസ്സുകളും പാൻറ്റും ബെൽറ്റും ഒക്കെ. ഹലോ, കമോൺ. എന്താ അങ്ങനെ പിടിവിട്ട് പോണേ? ഇവിടെ ഒരാള് ചെക്ക് ചെയ്യാൻ നിൽക്കണ കണ്ടില്ലേ? എന്തോ പോലെ. വേർ ഈസ് യുവർ പാസ്പോർട്ട്? കാണട്ടെ. അങ്ങനെ പോണോ? ഇത് തന്റെ മോന്തായിട്ട് ഒരു ചേർച്ചയിലോ ഇല്ല ഫോട്ടോ? വിസയുടെ ഡേറ്റും കഴിഞ്ഞു. പറ്റില്ല. ഇല്ല, ഇത് പോകാൻ പറ്റില്ല. ഇത് പോലീസ് പിടിപ്പിക്കേണ്ടി വരും. ഇത് പോലീസ് പിടിപ്പിക്കണ്ട. ജയിലിൽ പോകും. ഞാനാ ജയിലിൽ പോവാ? ഞാൻ അറബി മലയാളം പറയാം. എന്നെ അറസ്റ്റ് ചെയ്യുമെന്ന്? എടാ, ഞാനാരെന്ന് മനസ്സിലായ? ഇല്ല. ഇവിടെ 3 പേരെ കുത്തിക്കൊന്നിട്ട് രക്ഷയില്ലാതെ ഇവിടുന്ന് എങ്ങനെങ്കിലും വേഷം മാറി നാട് വിടാൻ നോക്കണേ. മര്യാദക്ക് എന്നെ ഇവിടുന്ന് എങ്ങനെങ്കിലും പറഞ്ഞിട്ടില്ലേ നിന്റെ കുത്തി കുറഞ്ഞു. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ്. ഇപ്പൊ ധൈര്യമായിട്ട് വെക്കാം. പക്ഷെ ഒരു കാര്യം, പോയിട്ട് വരുമ്പോ എന്നെ ഒന്ന് കാണണം. അതൊക്കെ കണ്ടേക്കാം. ഓക്കെ. എന്റെ ദൈവം, ഇങ്ങനെ അറബികളുടെ ഒക്കെ സ്നേഹത്തിന്റെ മുമ്പില് എന്താ
ഇതെവിടെ പോവാ? ദുബായിക്ക് പോവാ. ദുബായിക്കോ? ദുബായ്. ഇതെന്ത് വേഷാടോ ഇത്? എന്നെ സാർ നല്ലതല്ലേ? എന്റെ ചേട്ടൻ എടുത്ത ഫാൻ്റെ അടിപൊളി ലേറ്റസ്റ്റ് ഫാഷൻ എന്ന് പറഞ്ഞ തന്ന ഫാൻ്റെ. ഇതാണോ ചെരുപ്പില്ല? ചെരുപ്പ് ഷൂ ഷൂ ഇട്ടിട്ടില്ല. ഷൂ ഇട്ടില്ലേ? അയ്യോ വിമാനത്താവളത്തിന്റെ പുറത്ത് ഞാൻ കൊണ്ട് ഊരിയിട്ടിരിക്കുക. എയർപോർട്ടിന്റെ അകത്ത് അതുപോലെ വലിയ വലിയ ഹോട്ടലിലൊക്കെ വരുമ്പോൾ ഷൂസ് ഇടണമെന്ന് അറിയാൻ പാടില്ലേ? പോകാറുന്നു. എന്നിട്ട് എന്നെ പോലീസ് പിടിക്കാനോ? പോലീസ് പിടിക്കാൻ സാറേ ഞാൻ പണിക്ക് പോയി വീട്ടിലെ ആ ചേട്ടൻ പറഞ്ഞു മാർബിൾ എടുത്ത് അറിയാണ് നീ ചെരുപ്പിട്ട് ഇങ്ങോട്ട് കയറില്ലെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ ചെരുപ്പിടാറില്ല എങ്ങ് പോയാലും. അതിനെക്കാട്ടി വില കൂടിയ സാധനമല്ലേ ഇവിടെ ഇട്ടിരിക്കുന്നത്. അതാ ചെരുപ്പിടാ ഞാൻ. ഞാൻ ദുബായിക്ക് പോവാ. ദുബായിക്ക് പോവാണ് സാറേ. ഇതെന്നാ സാറേ എഴുതി വെച്ചിരിക്കുന്നത്? ദുബായിക്ക് 22 മസ്കറ്റിന് 30 എടോ അത് വേൾഡ് ടൈമാണ്. ദുബായിക്ക് 22:50 വേൾഡ് ടൈമാണ്, പൈസ അല്ലാതെ അല്ലേ. 22:50 10 മണി കഴിഞ്ഞ് 15 മിനിറ്റ് നടത്താം ആണല്ലേ? അത് ശരി. നമ്മളിപ്പോഴുള്ള ആൾക്കാർക്ക് കേരളത്തിലുള്ളവർക്ക് ഈ ഭാരത ടൈം എഴുതി വെക്കുന്നതിന് ഒരു കുഴപ്പമില്ലല്ലോ. സാറ് ചില്ലറ ഉണ്ടോ? 1 രൂപ എയർപോർട്ടിനകത്ത് പിച്ചേട്ടല്ല. പിന്നെ സാർ ഈ സാധനം ഈ മെഷീൻ കണ്ടോ? ഇതിൽ 1 രൂപ ഇട്ട് സാറിന് തൂക്കം അറിയാം. എടോ പൊട്ട, അത് മെഷീൻ തൂക്കറിയണ മെഷീൻ അല്ല, അത് സത്യം പറയണ മെഷീനാ. തൂക്കം ഇംഗ്ലീഷ് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. എടോ തൂക്കറിയണ മെഷീൻ അല്ല അത്. തൂക്കം അറിയുന്ന മെഷീൻ. എടോ നമ്മൾ 1 രൂപ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഭാവി ഭൂതം ഒക്കെ ആ മെഷീൻ പറയും. ഇതോ? ഭാവി ഭൂതം പറയും. ഭാവി ഭൂതം ഒക്കെ പറയും. മെഷീൻ നിന്റെ വീടാടാ, നിന്റെ പേരെന്നാടാ? എടോ താൻ 1 രൂപ ഇട്ടിട്ട് വേണം സംസാരിക്കാൻ, അല്ലെങ്കിൽ കൈ വെച്ച് പറഞ്ഞാൽ അതിന്റെ തന്റെ ഭാവിയും ഭൂതം ഒക്കെ അത് പറഞ്ഞോളും. 1 രൂപ ഇട്ട് കൈ വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞോളും. അതറിയില്ലായിരുന്നു. അതറിയണം. എന്നാ പോട്ടെ. ദുബായിക്ക് എപ്പോ വരുവാ സാറേ? ദുബായിക്ക് ഇപ്പൊ വണ്ടി വരും കേട്ടോ. ട്രെയിൻ ഉണ്ടാവും? ട്രെയിനാണോ? എനിക്ക് നടക്കാണ്ട് പെട്ടെന്ന് പോവാൻ നോക്കണേ. ഓക്കെ. 1 രൂപ ഇട്ട് സത്യം പറഞ്ഞ നോക്കണമല്ലോ ഇത്. ഏതല്ലേ 1 രൂപ ഇട്ടൊന്ന് നോക്കായി സംഭവം ഇതെങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ. താങ്കൾക്ക് ഈ മിഷനിലേക്ക് സ്വാഗതം. താങ്കൾ ആദ്യമായാണ് എന്നെ ക്ഷണിക്കുന്നത്. താങ്കളുടെ പേര് രാജപ്പൻ. എന്റെ പേര് പറയുന്നു. താങ്കളുടെ ഭാര്യയുടെ കെട്ടുതാലി പണയം വെച്ചും വീടിന്റെ ആധാരം ബാങ്കിൽ വെച്ചുമാണ് താങ്കൾ ഗൾഫിലേക്ക് പോകുന്നത്. താങ്കൾക്ക് ഗൾഫിൽ നല്ലൊരു ജോലി ലഭിക്കും. അങ്ങനെ താങ്കളും കുടുംബവും സുഖമായി ജീവിക്കും. തീർന്നു. സംഗതി ശരിയാ. പക്ഷെ നല്ലൊരു ജോലി കിട്ടുമെന്നൊക്കെ പറഞ്ഞത് മഹാ കള്ളത്തരേ പറയുന്നത്. അവിടെ ചെന്നവൻ ഈ മെക്കാട് പണിയാണോ ഇനി സിമെൻറ്റ് ചുമക്കാണോ ഇനി എന്ത് പണിയാണെന്ന് അറിയാൻ പറ്റില്ല. വെയിലും കൊണ്ട് നശിച്ചു പോകും. ഏതായാലും ഒന്നുകൂടെ സത്യം അറിഞ്ഞ കാര്യം വരുന്നതിന് മുമ്പ് താങ്കൾ 2ാം തവണയാണ് എന്നെ ക്ഷണിക്കുന്നത്. അതെ. ഇത്തവണയും താങ്കൾക്ക് സ്വാഗതം. അതെ. താങ്കളുടെ പേര് രാജപ്പൻ. ഒന്ന് പറഞ്ഞാണല്ലോ. ഭാര്യയുടെ കെട്ടുതാലി പണയം വെച്ചും വീടിന്റെ ആധാരം ബാങ്കിൽ വെച്ചുമാണ് താങ്കൾ ഗൾഫിലേക്ക് പോകുന്നത്. താങ്കൾക്ക് ഗൾഫിൽ നല്ലൊരു ജോലി ലഭിക്കും. അങ്ങനെ താങ്കളും കുടുംബവും സുഖമായി ജീവിക്കും. ഇതെന്നാ മിഷനായത്? ആരുടെ കെട്ടുതാലി പണം വെച്ച കാര്യം, ബാങ്കിൽ പണം വെച്ച കാര്യം വിളിച്ച് പറഞ്ഞ കാര്യം തന്നെ വല്ലവനും കേട്ടോട്ട് വന്നാൽ എൻ്റെ അഭിമാനം എൻ്റെ ഭാഗം. ഏതായാലും ഒന്നുകൂടെ നോക്കണം. ഒരു ചായ കൂടെ കുടിച്ചിട്ട് വരാം. മിഷനെ പേരാ 1 മിനിറ്റ് ആരും. താങ്കൾക്ക് ഈ മിഷനിലേക്ക് സ്വാഗതം. താങ്കൾ ആദ്യമായാണ് ഈ മിഷൻ ഉപയോഗിക്കുന്നത്. താങ്കളുടെ പേര് അരവിന്ദാക്ഷ കുറുപ്പ്. താങ്കൾ ഷാർജയിൽ മറൈൻ എഞ്ചിനീയറാണ്. താങ്കളുടെ കയ്യിൽ 35 കിലോ കഞ്ചാവുണ്ട്. അതുടൻ കസ്റ്റംസ് പിടിക്കുന്നതാണ്. ഏതായാലും വളരെ രക്ഷപ്പെട്ടെന്ന് തോന്നുന്നു. ഈ മിഷൻ ഒന്നുകൂടെ നോക്കണം. സത്യം പറയുന്നറിയാമല്ലോ. അങ്ങനെ വായും കൊണ്ട് താങ്കൾ 3ാം തവണയാണ് എന്നെ ഉപയോഗിക്കുന്നത്. എങ്കിലും താങ്കൾക്ക് ഈ മെഷീനിലേക്ക് സ്വാഗതം. താങ്കളുടെ പേര് രാജപ്പൻ. ഭാര്യയുടെ മാല പണയം വെച്ചും
വീടിന്റെ ആധാരം ബാങ്കിൽ വെച്ചുമാണ് നിങ്ങൾ ഗൾഫിലേക്ക് പോകുന്നത്. അതെ. നിങ്ങൾക്ക് ഗൾഫിൽ നല്ലൊരു ജോലി ലഭിക്കുമായിരുന്നു. പക്ഷേ നിങ്ങൾ ഗൾഫിലേക്ക് പോകേണ്ട വിമാനം ഇപ്പോൾ ദുബായിലേക്ക് പറന്നു കഴിഞ്ഞു. അതുകൊണ്ട് വേഗം നാട്ടിൽ പോയി ആ പഴയ തൂമ്പാപ്പണി തന്നെ എടുത്ത് ജീവിക്കടാ. അതെണ്ടി.